ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 17 അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു എൻട്രി സെറ്റപ്പ് എങ്ങനെയാണ് സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു എൻട്രി സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഒന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ഇന്ന് രാവിലെ ഓപ്പണായിട്ട് മാർക്കറ്റ് ഒരു സെൽ ഓഫ് വന്ന് താഴെ ഈ ഒരു റേഞ്ചിന്, അപ്പോൾ ഇന്നലെ ഫോം ചെയ്ത ഈ ഒരു റേഞ്ചിന് താഴേക്ക് മാർക്കറ്റ് വന്ന് നമുക്കൊരു പുൾ ബാക്ക് കിട്ടുകയാണ്. അപ്പം ഇവിടെ 9:25 നമുക്കൊരു 1 മിനിറ്റ് ക്യാൻഡിൽ ഒരു എൻട്രി വരുന്നുണ്ട്. അപ്പം കറക്റ്റ് പുൾ ബാക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 2 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 9-ഉം 20-ൻ്റെ മൂവിങ് ആവറേജുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ടിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എൻട്രി എടുക്കുന്നത്. അപ്പം എനിക്ക് കറക്റ്റ് നമുക്ക് എൻട്രി വരുന്നത് 9:25 നമുക്കൊരു എൻട്രി ട്രിഗർ ആവുന്നുണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 9:25 അപ്പം ഞാനൊരു 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് ഒരു ഇതിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. (9:30) ആവുമ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആവുന്നുണ്ട്. കറക്റ്റ് 9:30 നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ആവാം, അതല്ലെങ്കിൽ ഒരു W പാറ്റേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു W പാറ്റേൺ അല്ലെങ്കിൽ നല്ല ഒരു റിവേഴ്സൽ വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ കറക്റ്റ് ആ ഒരു 1:2 ആണ് ഞാൻ നോക്കുന്നുള്ളൂ. അപ്പം എനിക്കിവിടെ എക്സിറ്റ് ആവാനുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എൻട്രി ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അടുത്ത ഒരു എൻട്രി ഞാനിവിടെ നോക്കുന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ ഒരു 1 മിനിറ്റ് എൻട്രിയാണ്. 1 മിനിറ്റ് സ്കാൽപ്പിംഗ് തന്നെയാണ്. അപ്പോൾ 1 മിനിറ്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഇതേ സെറ്റപ്പ് തന്നെയാണ്. ഇന്ന് ഓപ്പണിംഗ് വന്ന് നല്ലൊരു സെൽ ഓഫ് വന്ന് നമുക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് ഇന്നലത്തെ ഒരു റേഞ്ചിന് താഴെയാണ് നമുക്കിന്ന് സെൽ ഓഫ് വന്ന് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ക്ലിയർ പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം ഞാനിത് അന്നേരം നോട്ടീസ് ചെയ്തില്ല. ശരിക്കും 9:24 നമുക്കൊരു എൻട്രി ട്രിഗർ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കയറിയില്ല, അത് ഞാൻ കണ്ടില്ലായിരുന്നു. സോ ഞാൻ ഇവിടെയാണ് 9:57 എൻ്റെ ഒരു എൻട്രി ട്രിഗർ ആവുന്നത്. അപ്പം 9:57 കാരണം ഇവിടെ എടുക്കാൻ വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ ആണ് നമുക്കൊരു, അതായത് പ്രീവിയസ് ഇങ്ങിൻ്റെ ഹൈ നമുക്ക് ഒരു SL ആയിട്ട് കൊടുക്കുക. അപ്പോൾ SL ഇവിടെ കുറവായതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ SL എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 9:57 എൻട്രി ക്യാൻഡിലാണ്. അപ്പോൾ എൻട്രി ക്യാൻഡിൽ 9:57 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം അത് നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുമോ അതോ SL അടിക്കുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ 10:09 ക്യാൻഡിലായപ്പോഴത്തേക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നലെ ഞാൻ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടാണ് ഈ താഴെ കാണുന്നത്. വേണമെങ്കിൽ അവിടെ വരത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ നല്ലൊരു പോയിൻറ്റ്സ് കിട്ടുന്ന വരത്തേക്ക് നമുക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കാനും പറ്റും. ഞാനിവിടെ എൻ്റെ ഒരു 1:2 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഞാനിവിടെ എക്സിറ്റ് ആവുകയാണ്. ഞാനിവിടെ അടുത്ത എൻട്രി നോക്കുന്നത് അഗൈൻ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ്.
1 മിനിറ്റിൽ. അപ്പം ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് സ്വിങ് ആണ്. അപ്പം ശരിക്കും സ്കാൽപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ചിന് പുറത്ത് മാക്സിമം ട്രേഡ് എടുക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു റേഞ്ച് ഇവിടെ ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. 1 മിനിറ്റിൽ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 946 ഒരു ക്യാൻഡലിന് ഒരു റേഞ്ച് ഫോം ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു അടുത്ത എൻട്രി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12 നമുക്ക് എൻട്രി ആണ്. പക്ഷേ 10-12 ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു സ്വിങ് ഉണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഇത് വർക്കായി, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഏരിയയും കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ ഈ 916 ക്യാൻഡിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവുന്നുണ്ട്. 16 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ പുൾ ബാക്ക് കിട്ടുന്നത് ഈ ഒരു 927 നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടുകയാണ്. അപ്പം ഈ ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് വന്ന് നമുക്ക് 927 നമുക്കൊരു എൻട്രി ട്രിഗർ ആവുകയാണ്. ഇവിടെയും ഞാനൊരു 1:2 തന്നെയാണ് വെക്കുന്നത്. അപ്പം 1:2 വെച്ചിട്ട് എനിക്കിപ്പം എൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഒരു 1:2 ചെറിയൊരു സ്കാൽപ്പിംഗ് ആണ്. അപ്പം ആ ഒരു ടാർഗറ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ SL ഇതിൽ വളരെ ചെറുതാണെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ്. അപ്പം ഇവിടെയും ഞാൻ യൂസ് ചെയ്യുന്നത് 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. 9-ൻ്റെയും 20-യുടെയും 2 മൂവിങ് ആവറേജുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഒരു എൻട്രി ക്യാൻഡിൽ എന്ന് പറയുമ്പം ക്ലിയർ ആയിട്ട് അത് 20-യിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പം ഈ 2 കാര്യം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് SL കീപ്പ് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു 1:2 ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഈ ഒരു 3rd എൻട്രി നോക്കുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു കോസ്റ്റിൽ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. കാരണം നേരെ റിവേഴ്സ് ആവുകയാണ് ഈ ഒരു പോയിൻ്റിൽ നിന്ന്. അതല്ല എന്തായാലും SL കൊടുക്കേണ്ടി വരില്ല, എന്തായാലും കോസ്റ്റെങ്കിലും കിട്ടും. പക്ഷേ അതല്ല ഒരു 1:2 കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യായിരുന്നു. അപ്പം നമ്മളിപ്പോൾ 1:2 വെക്കുകയാണെങ്കിൽ എപ്പോഴും ഒരേ ഇത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ചിലപ്പോൾ നമ്മൾ 1:2 ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ലോസ് ആവുകയും ചെയ്യും, SL അടിക്കുകയും ചെയ്യും. അതല്ല 1:2 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് മൂവ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യുകയും ചെയ്യും. അപ്പം അത് നമുക്ക് ഉചിതം പോലെ നമുക്ക് ഏതാണ് നമുക്ക് സൂട്ടബിൾ ആവുന്നതെന്നുള്ള ഇതനുസരിച്ച് നമ്മളത് ചൂസ് ചെയ്യാം. അപ്പം നല്ലൊരു ഒരു റാലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 1:2 തന്നെ എക്സിറ്റ് ആവുന്നത് നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഇവിടെ ഇറങ്ങണ്ടായിരുന്നു എന്ന് നമുക്കൊരു ഫീല് വരും. അപ്പം അത് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു എക്സിറ്റ് കണ്ടീഷൻ സെറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈവിൽ ഞാനെടുത്ത ഒരു 3 എൻട്രി സെറ്റപ്പ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം ഇതുപോലെ എൻട്രീസ് ഞാൻ എടുക്കാൻ പറ്റുന്ന റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു.